ഇറാനും തുർക്കിക്കുമെതിരെ അതിഗുരുതരമായ ആരോപണമുന്നയിച്ച ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്കായി വൻതോതിൽ പണം കടത്തുകയാണ് ഇറാൻ എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. അമേരിക്കൻ സെനറ്റ് പ്രതിനിധിയുമായുള്ള ചർച്ചയിലാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ഹിസ്ബുള്ള നിലവിൽ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്നും ഹിസ്ബുള്ളയെ എങ്ങനെയെങ്കിലും ശക്തിയാർജിപ്പിക്കുക എന്നതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളിലൊന്നാണ് ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി വൻതോതിൽ പണമൊഴുക്കുകയാണ് ഇറാൻ. എന്നാൽ ഹിസ്ബുള്ളയെയും ലെബനനെയും ചുറ്റി ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസിൻ്റെ ജാഗ്രത എല്ലാ കാലത്തുമുണ്ട്. ഇസ്രായേലിൻ്റെ നിതാന്തമായ നിരീക്ഷണം ലെബനനിലുടനീളം ഇപ്പോഴുമുണ്ട്. ഹിസ്ബുള്ളയ്ക്കായി ലെബനനുള്ളിലേക്ക് ആയുധങ്ങൾ എത്തിയിരുന്ന സിറിയൻ അതിർത്തി ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വഴിയിലൂടെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളോ അല്ലെങ്കിൽ പണമോ എത്തിക്കാൻ നിലവിൽ ഇറാന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തുർക്കിയുടെ സഹായം ഇറാൻ തേടിയതെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. തുർക്കിയെ ഇടനിലക്കാരാക്കിക്കൊണ്ട് ഇറാൻ വൻതോതിൽ പണം ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ ശ്രമിക്കുന്നു എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ചാര പോലീസ് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ രഹസ്യ വിവരം ഇസ്രായേലിന് നൽകിയിരിക്കുന്നു. ഇസ്രായേലി സൈന്യത്തെ മറികടന്നുകൊണ്ട്, ഇസ്രായേലിൻ്റെ വ്യോമസേനയെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇറാനിൽ നിന്നുള്ള പണം തുർക്കി വഴി ഹിസ്ബുള്ളയ്ക്ക് എത്തിക്കാൻ, ലെബനനിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഗൂഢാലോചനയാണ്. ഇതിൽ തുർക്കിക്ക് പങ്കുണ്ടെങ്കിൽ ഇസ്രായേലും തുർക്കിയും തമ്മിൽ നിലവിലുള്ള സൗഹൃദപരമായ ആ സമീപനം മാറുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് തുർക്കി പ്രതികരിച്ചിട്ടില്ല. അതേസമയം നേരത്തെ ഉള്ള പോലെയുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം തുർക്കിക്കും ഇസ്രായേലിനുമിടയിൽ ഇല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം സിറിയയിലെ ഇസ്രായേലിൻ്റെ ഇടപെടലിനോട് അനുകൂലിച്ചല്ല തുർക്കിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണം. നിലവിൽ സിറിയയിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈന്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും തെക്കൻ സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായിരുന്നു. മുഹമ്മദ് ബാഷർ അൽ അസദിൻ്റെ ഭരണകാലത്തുണ്ടാക്കിയ ആയുധപ്പുരകൾ, അസദ് സൂക്ഷിച്ചു വെച്ച ആയുധങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം ആക്രമിച്ചിരുന്നു. ഇസ്രായേൽ വ്യോമസേനയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾ നീണ്ട ആക്രമണമാണ് തെക്കൻ സിറിയയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയത്. നേരത്തെ പലതവണ സിറിയയിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് തുർക്കി മാത്രമാണ്. ഈ ആവശ്യത്തെ ഇസ്രായേലി സേന നിരാകരിച്ചു. പിന്നാലെ ഇസ്രായേലുമായി ചില തർക്കങ്ങൾ തുർക്കി ഉടലെടുത്തു. അതുകൂടാതെ തന്നെ ഇസ്രായേലിനെതിരെ ആവശ്യമെങ്കിൽ യുദ്ധപ്രഖ്യാപനം നടത്തുമെന്നുള്ള ഒരു പ്രതീതിയും തുർക്കി സൃഷ്ടിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ പ്രധാനപ്പെട്ട കോക്കസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇറാനും തുർക്കിയും ചേർന്ന് പണമൊഴുക്കുകയാണ് ഹിസ്ബുള്ളയുടെ ശക്തി പുനരുജ്ജീവിപ്പിക്കാൻ, ഹിസ്ബുള്ളയെ വീണ്ടും ശക്തി പ്രാപിക്കാൻ, ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ, അതുപോലെ തന്നെ വെടിക്കോപ്പുകൾ, അതുപോലെ മറ്റ് സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ വാങ്ങാനുള്ള വൻതോതിലുള്ള പണം ഇപ്പോൾ ഇറാൻ മുടക്കുകയാണ്. ഇറാനിൽ നിന്നും ആയുധങ്ങളുമായി എത്തിയ ചില ഡ്രോണുകളെ ഇസ്രായേലി വ്യോമസേന വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. അതുകൂടാതെ തന്നെ ഇറാനിൽ നിന്ന് ആയുധങ്ങളുമായി ലെബനനിലേക്ക് പറന്ന ഒരു വിമാനത്തെ തന്നെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തിരിച്ചുവിട്ടിരുന്നു. ഇതോടുകൂടി ഇറാനിൽ നിന്ന് നേരിട്ടും അല്ലാതെ സിറിയ വഴിയും ഒരു തരത്തിലും ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്താനുള്ള വഴികളില്ലാതായിരിക്കുന്നു. എല്ലാ വഴികളെയും ഇസ്രായേൽ അടച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തുർക്കിയെ കൂട്ടുപിടിച്ച് തുർക്കിയെ ഇടനിലക്കാരാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയെ സഹായിക്കാനുള്ള നീക്കം ഇറാൻ ആരംഭിച്ചിരിക്കുന്നത്. വലിയ മുന്നറിയിപ്പാണ് ഇറാനും തുർക്കിക്കും ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. വീണ്ടും പ്രകോപനപരമായ ഇത്തരം നടപടികൾ തുടർന്നാൽ തുർക്കിക്കെതിരെ തുറന്ന യുദ്ധത്തിന് സാഹചര്യമൊരുങ്ങുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഗാസ അതിർത്തിയിൽ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങൾ കടത്താനുള്ള ചില ശ്രമങ്ങൾ പാലസ്തീനികൾ നടത്തുന്നുണ്ട്. ഇതിനെ വൻതോതിൽ ഇസ്രായേലി സേന എതിർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വെസ്റ്റ് ബാങ്കിലേക്കും വെസ്റ്റ് ബാങ്ക് വഴി ഗാസയിലേക്കും നിരവധി പാലസ്തീനികൾ കടക്കുന്നു. ഇവർ ഒളിച്ച് ആയുധങ്ങൾ കടത്തുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് വെസ്റ്റ് ബാങ്കും ഗാസയുമായി ബന്ധപ്പെടുന്ന അതിർത്തികളിലൊക്കെ തന്നെ വൻ പരിശോധന IDF നടത്തുന്നത്. 3 ഡ്രോണുകൾ ആയുധങ്ങളും വഹിച്ചുകൊണ്ട് ഗാസയിലേക്ക് പറന്ന
വന്നിറങ്ങിയ 3 ഡ്രോണുകളെ ഇസ്രായേലിന്റെ വ്യോമസേന വെടിവെച്ച് തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വെസ്റ്റ് ബാങ്കിൽ അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ സേനയുടെ 3 പുതിയ ട്രൂപ്പുകൾക്ക് കൂടി വിന്യസിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും അധികമായി പുറത്തു വരുന്നത്. ഗാസ സ്ട്രിപ്പിൽ നിന്ന് വടക്കൻ ഗാസയിലേക്ക് പോകുന്ന ആളുകളെ കർശനമായി നിരീക്ഷിക്കുകയാണ് ഇസ്രായേലി സേന. ഇവർ അഭയാർത്ഥികൾ മാത്രമാണെന്നും നേരത്തെ വടക്കൻ ഗാസയിൽ താമസിച്ചിരുന്നവരാണെന്നുമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇവരെ കടത്തിവിടുന്നുള്ളൂ. വടക്കൻ ഗാസയിലെ പാലസ്തീനികളുടെ മറവിൽ വൻതോതിൽ തീവ്രവാദികൾ ആ മേഖലയിലേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ, ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വടക്കൻ ഗാസയിലെ ഇടനാഴികളിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനം ഇസ്രായേലി സേന നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇപ്പോഴും ഇസ്രായേലി സേന നടത്തുന്നുണ്ട്. ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്ന 50 ദിവസത്തെ ആക്രമണത്തിനൊടുവിൽ ഹിസ്ബുള്ളയുടെ നട്ടെല്ലൊടിച്ചു ഇസ്രായേൽ സേന എന്ന് ഉറപ്പിച്ച് പറയാം. ഗാസയിലെ ഹമാസിനെതിരെ നടത്തിയതുപോലെയുള്ള യുദ്ധമല്ല, എല്ലാ തരത്തിലും മാരകമായ ആക്രമണം തന്നെയാണ് ഇസ്രായേലി സേന ലെബനനിൽ നടത്തിയത്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളാണ് ആക്രമണത്തിൻ്റെ സിംഹഭാഗവും പൂർത്തിയാക്കിയത്. ബെയ്റൂട്ട് അടക്കമുള്ള ലെബനൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മണിക്കൂറുകളുടെ ഇടവേളയിൽ തന്നെ ഫൈറ്റർ ജെറ്റുകൾ മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിച്ചു. 10 കണക്കിന് ഭാരമുള്ള ബോംബുകൾ ഇട്ടു. അങ്ങനെ ഹസൻ നസറുള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളെല്ലാം തന്നെ ഇതിനകം കൊല്ലപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം. നയീം ഖസീം അടക്കമുള്ള ചില ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ളത്. അവരാകട്ടെ ചില വാക്കുകൾ പറയുന്നു എന്നല്ലാതെ ഇസ്രായേലി സേനയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറുവിരലനക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ 90% ഇസ്രായേലി സേന നശിപ്പിച്ചു എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലി സേനയുടെ പ്രധാന ആക്രമണങ്ങളെല്ലാം. അങ്ങനെ നിലവിൽ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ആയുധങ്ങളില്ലാതെ, വെടിക്കോപ്പുകളില്ലാതെ ഉഴലുകയാണ് ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയെ സഹായിക്കാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിനുള്ള വഴിയെല്ലാം ഇസ്രായേലി സേന അടച്ചിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് തുർക്കിയെ കൂട്ടുപിടിച്ച് തുർക്കിയുമായി ഒരു സഖ്യമുണ്ടാക്കിക്കൊണ്ട് തുർക്കി വഴി വൻതോതിൽ കള്ളപ്പണം ഹിസ്ബുള്ളയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നത്. ആ ശ്രമത്തെ കൈയോടെ പിടികൂടിയിരിക്കുന്നു ഇസ്രായേൽ. ഇനിയും ഈ ശ്രമം തുടർന്നാൽ ഇറാനെയും തുർക്കിയെയും ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത്. വീണ്ടും പ്രകോപനപരമായ ഇത്തരം നടപടികൾ തുടർന്നാൽ തുർക്കിക്കെതിരെ തുറന്ന യുദ്ധത്തിന് സാഹചര്യം ഒരുങ്ങുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഗാസ അതിർത്തിയിൽ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങൾ കടത്താനുള്ള ചില ശ്രമങ്ങൾ പാലസ്തീനികൾ നടത്തുന്നുണ്ട്. ഇതിനെ വൻതോതിൽ ഇസ്രായേലി സേന എതിർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വെസ്റ്റ് ബാങ്കിലേക്കും വെസ്റ്റ് ബാങ്ക് വഴി ഗാസയിലേക്കും നിരവധി പാലസ്തീനികൾ കടക്കുന്നു. ഇവർ ഒളിച്ച് ആയുധങ്ങൾ കടത്തുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചു.